ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി കൊമ്പ് കോർത്തിരുന്ന പിണറായി സർക്കാർ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായും കൊമ്പ് കോർക്കുകയാണ്. സർവകലാശാല ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ല. ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുകയും അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറുകയും ചെയ്യുന്നത് അനുവദിക്കാനാകില്ല എന്ന നിലപാടിലാണ് ഗവർണർ. ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലേക്ക്. മന്ത്രി നൽകുന്ന നിർദ്ദേശം സർവകലാശാല പാലിക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സംസ്ഥാന നിയമങ്ങൾക്കെതിരെ സർവകലാശാല ജീവനക്കാർ സമരം ചെയ്യരുത് എന്ന നിർദ്ദേശമുണ്ട് എങ്കിലും കേന്ദ്ര നിയമത്തിനെതിരെ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തിട്ടില്ല എന്നതും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. രാജേന്ദ്ര ആർലേക്കർ ഗവർണറായി എത്തിയ ശേഷം ആദ്യമായാണ് ബില്ലിന്റെ പേരിൽ സർക്കാരുമായി ഏറ്റുമുട്ടുന്നത്. ഇപ്പോഴത്തെ ഗവർണർ പക്വമതിയാണ് എന്നും സർക്കാരുമായി ഊഷ്മള ബന്ധമാണെന്നും അടുത്തിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശംസിച്ചിരുന്നു. രാജ്ഭവനിൽ RSS സൈദ്ധാന്തികന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചപ്പോഴും മൗനം പാലിച്ച സർക്കാർ ഇനി മൃദു സമീപനം തുടരുമോ എന്ന കാര്യമാണ് അറിയേണ്ടത്. നിയമസഭ പാസാക്കി രാജ്ഭവനിലേക്ക് അയച്ച സർവകലാശാല ഭേദഗതി ബില്ലുകളിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഒപ്പിടില്ല. ഈ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് പഴയപടിയാകും. ചാൻസലർ എന്ന നിലയിലുള്ള ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുകയും അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് ബില്ലുകൾ എന്നാണ് വിലയിരുത്തൽ. ഗവർണർക്ക് ലഭിച്ച നിയമോപദേശവും ഇത് ശരിവയ്ക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടും. ഗവർണർ സർക്കാരിന് തിരിച്ചയക്കുകയാണ് മറ്റൊരു മാർഗം. എന്നാൽ ഇതേ ബിൽ സർക്കാർ വീണ്ടും സമർപ്പിച്ചാൽ ഗവർണർ അംഗീകരിക്കേണ്ടി വരും. കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ, മലയാളം, സംസ്കൃത, കുസാറ്റ് സാങ്കേതിക സർവകലാശാലകളിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലുകളാണ് നിയമസഭ പാസാക്കിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു രാജ്ഭവനിലെത്തി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ബില്ലുകൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഗവർണർ അനുമതി നൽകിയത്. അന്ന് ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളെല്ലാം അതേസമയം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് രാജ്ഭവന്റെ നിലപാട്. അതേസമയം ഇതേ ബില്ലുകൾക്കൊപ്പം അയച്ച സ്വകാര്യ സർവകലാശാല ബില്ലിൽ ഗവർണർ ഒപ്പുവയ്ക്കും. ഗവർണറെ മറികടന്ന് സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം തേടാൻ ബില്ലുകൾ മന്ത്രിക്ക് അധികാരം നൽകുന്നുണ്ട്. താൽക്കാലിക VC നിയമനം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് വേണം എന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഗവർണർ തൽക്കാലം തീരുമാനമെടുക്കില്ല. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ നിയമനത്തിലാണ് കോടതി ഉത്തരവുണ്ടായത്. ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ സർക്കാർ 2 സർവകലാശാലകളിലേക്കുമുള്ള പാനലും ഗവർണർക്ക് നൽകിയിരുന്നു. ഗവർണറും KTU VC ഡോക്ടർ K. ശിവപ്രസാദ്, ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സീസ തോമസ് എന്നിവരും നൽകിയ അപ്പീൽ വെള്ളിയാഴ്ച കോടതി പരിഗണിക്കും. ഇരുവരുടെയും കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചു എങ്കിലും വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സമയത്ത് നയ തീരുമാനങ്ങൾ എടുക്കരുത് എന്നും കോടതി നിർദ്ദേശിച്ചു. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി മുഖ്യമന്ത്രി ആദ്യ വർഷങ്ങളിൽ സൗഹാർദ്ദപരമായാണ് നീങ്ങിയത്. രണ്ടുപേരും ചേർന്ന് കേക്ക് മുറിക്കുകയും മുഖ്യമന്ത്രിക്ക് കാശ്മീരിലെ വിലയേറിയ കുങ്കുമപ്പൂവിട്ട ചായപ്പൊടി ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മാനിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇരുവരും തമ്മിലുള്ള ബന്ധം മോശമായതോടെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്കല്ലാതെ മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തുമായിരുന്നില്ല. ഒരേ വേദിയിൽ മുഖാമുഖം നോക്കുന്നത് ഒഴിവാക്കിയും ഒരക്ഷരം മിണ്ടാതെയും ഇരുവരും മുഖം വീർപ്പിച്ചിരുന്നു. ഖാന് യാത്രയയപ്പ് പോലും നൽകിയിരുന്നില്ല. മുഖ്യമന്ത്രിയെ വിമർശിച്ച് ഖാൻ രാജ്ഭവനിൽ വാർത്താ സമ്മേളനം നടത്തുക പോലും ഉണ്ടായി. സംസ്ഥാന സർക്കാരിനെതിരെ പലകുറി തെരുവിലിറങ്ങിയ ഗവർണർ അതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. SFI പ്രതിഷേധത്തെ നേരിടാൻ അദ്ദേഹം തെരുവിലിറങ്ങി. തനിക്ക് സർക്കാർ സുരക്ഷ നൽകുന്നില്ല എന്ന് രാഷ്ട്രപതിക്ക് കത്ത് നൽകി. ബില്ലുകൾ ഒപ്പിടുന്ന കാര്യത്തിൽ സർക്കാരിനെ ധർമ്മസങ്കടത്തിലാക്കി. സർവകലാശാലയുടെ അധികാരം സംബന്ധിച്ച് സർക്കാരുമായി നിയമ പോരാട്ടം നടത്തി. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഗവർണർ കാലം കേരള ഭരണ ചരിത്രത്തിലെ യുദ്ധപർവമായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. കാർഷിക സമരത്തിന്റെ കാര്യത്തിലും പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിലും ഗവർണർ കേന്ദ്രത്തിന്റെ വക്താവാണ് എന്ന രീതിയിൽ പരസ്യമായി പ്രതികരിച്ചു. ഇതിൽ രണ്ടിലും പ്രതിപക്ഷം സർക്കാരിനൊപ്പമായിരുന്നു. എന്തായാലും ഇപ്പോൾ പുതിയ ഗവർണറും അതേ ലൈനിൽ തന്നെ നീങ്ങുകയാണ്. എന്തായാലും ഈ 2 ഗവർണർമാരെയും ഒരുപോലെ പിണക്കുന്നത് കൊണ്ട് തന്നെ ആർക്കാണ് കുഴപ്പം എന്ന് ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.